Hello. Welcome to Market Discussion of the Day. Today, March 18, 2026 വെനസ്ഡേ ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ ദിവസമാണ്. അറ്റ്ലീസ്റ്റ് വൈകുന്നേരം ഇന്ത്യൻ ടൈമിങ് 6 മണിക്ക് മുന്നേ എങ്കിലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് നല്ലത് എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, സോ അതെന്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അല്ലേ. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ വട്ടം നമ്മൾ ബേസിക്കലി വളരെ ഒരു എന്താ പറയുക, ഒരു ഫ്രീ ആയിട്ടല്ലാതെ ചെറിയൊരു ഫീസ് മേടിച്ചിട്ട് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വെറും 99 രൂപയ്ക്ക് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. രാത്രി ഇന്ത്യൻ ടൈമിങ് 8:30 മണിക്കാണ് ക്ലാസ്സസ് നടക്കുന്നത്. 7 ദിവസത്തെ ക്ലാസ് ആണ്. ഓക്കെ, സോ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫോറക്സ് മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു ബിഗിനർ ലെവലിൽ മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിച്ച് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ മാർക്കറ്റ് വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് എന്താ പറയുക, നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വെയിറ്റ് ചെയ്യായിരുന്നു. ബിക്കോസ് നമുക്ക് ഇത്രയും വലിയ വോറുകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ട് പോലും മാർക്കറ്റ് വലിയ രീതിയിൽ താഴോട്ട് പോകാത്തതിൻ്റെ അല്ലെങ്കിൽ മുകളിലോട്ട് പോകാത്തതിൻ്റെ വൺ ഓഫ് ദ റീസൺ ഈസ് നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് എത്ര മണിക്കാണ് വരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഇന്ന് മാർച്ച് 16. ഓക്കെ, സോ ഇന്ന് നമുക്ക് 6 മണിക്ക് PPIയുടെ ന്യൂസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ രാത്രി 11:30 മണിക്കാണ് നമ്മുടെ ഫെഡ് ഫണ്ട് റേറ്റ് വരുന്നത്. 11:30 മണി. ഓക്കെ, സോ നമ്മുടെ US സെഷന് മുന്നേ ആയിട്ട് മാറി നിന്നാൽ മതി. ഒരു 5 മണി 6 മണിക്ക് മുന്നേ ആയിട്ടൊക്കെ മാറി നിന്നാൽ മതി, കുഴപ്പമില്ല. അതിന് ശേഷമുള്ള FOMC പ്രസ് കോൺഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 12 മണിക്കാണ് ഈ പറയുന്ന പ്രസ് കോൺഫറൻസ് വരുന്നത്. അതായത് നമ്മുടെ എക്കണോമിക് കലണ്ടർ നോക്കാൻ നേരത്ത് നാളെ ആയിട്ടാണ് കാണിക്കുന്നത്. 12 AM ഈ പ്രസ് കോൺഫറൻസ് വരുന്നത്. ഈ പ്രസ് കോൺഫറൻസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. ഫെഡ് ചെയർ പവലിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഓക്കെ, സോ ഫെഡ് ചെയർ പവലിനെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇൻ ദ സെൻസ് ഇപ്പോഴത്തെ പൊളിറ്റിക്കലി അവിടെ ഡൊണാൾഡ് ട്രംപും പവലുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഈ ഫെഡ് ചെയറിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിനൊക്കെയുള്ള എന്താണ് അതിനുള്ള മറുപടികളൊക്കെ പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. പുതിയ ഫെഡ് ചെയറിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രംപ്. ഓക്കെ, കെവിൻ വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു നോമിനേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രഷർ ഈ പറയുന്ന പ്രസ് കോൺഫറൻസിലുണ്ടാവും. അതേപോലെ തന്നെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3.75 തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രീവിയസും വന്നത് 3.75 ആണ്. ഫെഡ് ഒരിക്കലും 3.5 കുറയ്ക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ 3.75 കുറയ്ക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. അതിൻ്റെ റീസൺ ഇപ്പോൾ ഇൻഫ്ലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഇൻഫ്ലേഷൻ കൂടുന്നത് ഓയിലിൻ്റെ റേറ്റ് കൂടുന്നു. കാരണം ഇൻഫ്ലേഷൻ കൂടുന്നത് കാരണം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇൻട്രസ്റ്റ് റേറ്റും ഡയറക്റ്റ്ലി കോറിലേറ്റഡ് ടു ഗോൾഡാണ്. സോ അതിനെക്കുറിച്ച് നമുക്കിവിടെ സംസാരിക്കുന്നില്ല, കാരണം അതിനെക്കുറിച്ച് സംസാരിച്ചാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടായതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മളുടെ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫെഡ് മീറ്റിംഗ്. FOMCയുടെ മീറ്റിങ്ങും നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് Day 2 ആണ്. ഇന്നലെയും മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു, ഇന്നും മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, എക്സ്പെക്റ്റഡ് 3.5 താഴെയായിട്ട് ഒരു കാരണവശാലും കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, US ഡോളർ സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന വാറിൻ്റെ സമയത്തും എന്തുകൊണ്ട് നമ്മുടെ ഗോൾഡ് മുകളിലോട്ട് പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ US ഡോളറിലോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ബേസിക്കലി ഗോൾഡിന് ഈൽഡ് ഇല്ല, അല്ലെങ്കിൽ ഗോൾഡിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല. സോ US ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 4.25% ഇൻട്രസ്റ്റ് കിട്ടുന്നത് കൊണ്ടിട്ട് ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്തു, US ബോണ്ട്സിലോട്ട് കൊണ്ടുപോകുന്നു. കമ്പനീസൊക്കെ US ബോണ്ടിലോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വൺ ഓഫ് ദ റീസൺ വൈ ഗോൾഡ് ഈസ് നോട്ട് മൂവിങ് അപ്സൈഡ്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടും അല്ലേ. സോ ബേസിക്കലി ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എക്കണോമിക് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോൾഡ് വളരെ ചെറിയ നാരോ റേഞ്ചിൽ 4,980 ടു 5,000
30ൻ്റെ അകത്തുള്ള റേഞ്ചിൽ ഇങ്ങനെ മാർക്കറ്റ് താഴെയും മുകളിലോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് ഇതിന് വലിയൊരു റേഞ്ച് വ്യത്യാസം ഉണ്ടാവത്തില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു അല്ലേ. സോ എന്തായാലും നമ്മൾ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഒരു ഫ്രഷ് അറ്റാക്ക് UAE ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊരു കൺസേൺ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതേപോലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ കൂടെ കുറച്ച് ഷിപ്പുകൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മളുടെ ഓയിലിൻ്റെ പ്രൈസ് $102 മുകളിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ ബേസിക്കലി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെയാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ പൊളിറ്റിക്കലിയും അല്ലെങ്കിൽ ഫണ്ടമെൻ്റലിയും മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ ബേസിക്കലി നമുക്ക് നേരെ നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD/JPY തന്നെ പോകാം. USD/JPY ഈസ് ട്രേഡിങ് അറൗണ്ട് 158.733 നിൽക്കുന്നു അല്ലേ. സോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 158.40 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് അല്ലേ. സോ 158.40 158.50 അവിടെ നിന്നൊക്കെ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ലാത്ത പക്ഷം വെയിറ്റ് ചെയ്തിട്ട് 158 അവിടുന്ന് ബൈ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ ഇന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ നമ്മളൊരു 6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ ഇന്ന് ഏത് ട്രേഡ് എന്തിനകത്ത് എടുത്താലും 6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. കാരണം ഇന്ന് 11:30 മണിക്ക് മാർക്കറ്റ് എങ്ങോട്ടൊന്നുമില്ലാത്ത ഓട്ടം ഓടും, എന്തായാലും ഓടും. അത് മുകളിലോട്ടാണോ താഴെയായിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതറിയായിരുന്നെങ്കിൽ ഞാൻ ആരായനായിരുന്നല്ലേ. സോ അതെനിക്കറിയില്ല. അപ്പം അതിന് മുന്നേ ആയിട്ട് വൈകുന്നേരം 6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ അത് മാറി നിൽക്കുക. അതിനുശേഷം എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ നാളെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളൂടെ ഉണ്ട്. അതുകൊണ്ടിട്ട് അതിനകത്തും നമ്മൾ നാളത്തെ ന്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാവിലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻഡസ്ട്രി റേറ്റ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം ബാങ്ക് ഓഫ് ജപ്പാൻ്റെ പ്രസ് കോൺഫറൻസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ക്ലെമൻറ്റ് കൗണ്ട് ഉണ്ട്. GBPയിൽ ക്ലെമൻറ്റ് കൗണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം പോലെ UK നിന്ന് ക്ലെയിം ചോദിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണമാണ് ക്ലെമൻറ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരം സോ ഒഫീഷ്യൽ ബാങ്ക് റേറ്റ് ഉണ്ട് 5:30 മണിക്ക് GBPന്ന്. ഓക്കെ, സോ ഇത് GBPനെയും നമ്മുടെ JPYയും ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ന്യൂസുകൾ വരുന്നുമുണ്ട്. ഇന്ന് വൈകുന്നേരം നമുക്ക് നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ ട്രേഡുകൾ അവസാനിപ്പിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരിക്കണം നമ്മളിന്ന് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, കാരണം നമ്മുടെ US നിന്ന് വരുന്ന ഇന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ ബലം, അതിൻ്റെ ഒരു മാർക്കറ്റിലുണ്ടാവുന്ന റിയാക്ഷൻ നാളെ ആയിരിക്കും എന്ന് മാത്രം. സോ നാളെ ഒട്ടും സേഫ് അല്ല ആശാനെ. അതുകൊണ്ടിട്ട് സേഫ് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ഇന്ന് 6 മണിക്ക് മുന്നേ ആയിട്ട് പൊസിഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് നാളെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്നതായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് നല്ലത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ് ഇവിടെ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD/JPYയിൽ പറയാം. USD/JPY ആണെങ്കിലും എന്താണെങ്കിലും ഒരു കാരണവശാലും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം പൊസിഷൻ ഹോൾഡ് ചെയ്യരുത്. എൻ്റെ റെക്കമെൻഡേഷൻ 158.40 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 157.80 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. 158 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 157.40 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 159 ഒക്കെ അടുത്തായിട്ട് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം. ഓക്കെ, സോ GBP USDയിലോട്ട് വരാം. 1.33663 നിൽക്കുന്നു. 1.3400 അവിടുന്ന് സെല്ല് എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1.3440 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടിയിരിക്കുന്നു. ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോയിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 1.3300 ഒക്കെ അടുത്ത് വെച്ച് സ്റ്റോപ്പ് ലോസ് എടുത്ത് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം. ഓക്കെ, യൂറോയിലോട്ട് വരാം. 1.1541 നിൽക്കുന്നു. ഓക്കെ, സോ യൂറോയെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ 1.1600 ഒക്കെ അടുത്ത് വെച്ച് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1.1640 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ്
1.1500 അടുത്തായിട്ട് ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവാം. ഇത് ഞാൻ ഓടിച്ച് പോവുകയാണ്, കാരണം ഇന്ന് നമുക്ക് ഈ പൊസിഷൻസ് കിട്ടിയാൽ മാത്രം ട്രേഡ് എടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് മാത്രമല്ല, ഇന്നൊരു നാരോ ലെവലായിരിക്കും, മാർക്കറ്റ് എങ്ങോട്ടും ഓടാനൊന്നും പോകുന്നില്ല. ചെറിയ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് മാറുക. ഒരിക്കലും 1:2 റേഷ്യോയിലൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് മാറുക, കാരണം മാർക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ FOMC അല്ലെങ്കിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. XAUSD 4990 നിൽക്കുന്നു. 4980 അടുത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഗോൾഡിലുള്ള ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, അല്ലാത്ത പക്ഷം നമ്മൾ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. 4980 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 4960 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ 4980 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഗോൾഡിനകത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള. വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇന്നത്തെ റേഞ്ചും 4980 to 4930 വരെ ആയിരിക്കും, വൈകുന്നേരം 6 മണി വരെ. ഓക്കെ, ആ റേഞ്ച് വിട്ടു പോകാനായിട്ടുള്ള പോസിബിലിറ്റിയും വളരെ കുറവാണ്. ഓക്കെ, സോ ചിലപ്പം ഒരു 4960 വരെയൊക്കെ പോകാനായിട്ടുള്ള ചെറിയ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് 60 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് പറഞ്ഞത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ഓപ്പർച്യൂണിറ്റി. ഈ ലെവൽസിൽ വന്നാൽ മാത്രം ട്രേഡ് എടുക്കുക. അതുമാത്രമല്ല, 6 മണിക്ക് മുന്നേ ആയിട്ട് മാറി നിൽക്കുക. നിങ്ങൾ ലോസിലാണെങ്കിലും ഇറങ്ങുക മാർക്കറ്റിൽ നിന്ന്. അറ്റ്ലീസ്റ്റ് 11:30 മണിക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റിന് മുന്നേ ആയിട്ട് മാറുക. കാരണം എന്തായാലും നിങ്ങൾക്ക് ലോസ് ഒന്ന് സംഭവിക്കും. ഓക്കെ, സോ ഈ വട്ടം നിങ്ങൾ ട്രേഡ് ചെയ്താൽ ചിലപ്പോൾ ഈ വട്ടം നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ ഈ വട്ടം നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ത് ചെയ്യും? അടുത്ത ഇൻട്രസ്റ്റ് റേറ്റിന് നിങ്ങൾ ട്രേഡ് ചെയ്യും. അടുത്ത ഇൻട്രസ്റ്റ് റേറ്റിന് നിങ്ങളുടെ കാശ് പോകും. എന്തിനാണ് വെറുതെ അതിന് പോകുന്നത് അല്ലേ? സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. നിങ്ങൾ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നൊരു ബ്രോക്കറാണ്. സോ എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസും ഉള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ 50% ബോണസും, $1500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസ് പ്രോഗ്രാമും നടക്കുന്നുണ്ട്. മാർച്ച് 31 വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ഞാൻ ആക്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തു പോവുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.